എവ്രിവൺ, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ന്യൂ SRT സീരീസിൽ നമ്മളിപ്പോൾ 6th സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന ശാസ്ത്രം ഭാഗം 1 എന്ന ഈ ഒരു ടെക്സ്റ്റ് ബുക്കാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതാണ് ഇന്ന് പഠിക്കുന്ന അധ്യായം എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. നമ്മളിന്ന് ഈ ഒരു ടെക്സ്റ്റിലെ 2ാമത്തെ അധ്യായം കാന്തിക ലോകത്തെ അത്ഭുതം എന്ന ഈ ഒരു അധ്യായമാണ് പഠിക്കുന്നത്. നമ്മൾ ഈ ഒരു അധ്യായത്തിൽ കാന്തിക ലോകത്തെ അത്ഭുതം എന്ന ഈ ഒരു പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കാന്തം എന്താണ്, അവ എങ്ങനെയൊക്കെയാണ് സവിശേഷമായിരിക്കുന്നത് എന്നൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ഉദാഹരണത്തിന് നമ്മുടെ ചുറ്റിലും നമുക്ക് ചിരപരിചിതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ബോക്സ് ആവട്ടെ, പേഴ്സ് ആവട്ടെ, മൊബൈൽ ഫോൺ ആവട്ടെ, ഇങ്ങനെ നമുക്ക് പരിചിതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ കാന്തത്തിൻ്റെ ഉപയോഗം വരുന്നുണ്ട്. കാന്തത്തിൻ്റെ സവിശേഷത ഉപയോഗിച്ചുകൊണ്ട് ബാഗ്, പേഴ്സ് പോലെയുള്ള പെൻസിൽ ബോക്സ് പോലെയുള്ളവയൊക്കെ അടച്ചും തുറന്നുമൊക്കെ നമ്മൾ ചെറുപ്പകാലത്തും ഇതിൻ്റെ അത്ഭുതങ്ങൾ ആസ്വദിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് സവിശേഷതകൾ പഠിക്കാനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് പരിചിതമായിട്ടുള്ളവയാണ്. അപ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയും അതിൻ്റെ ഒരു അത്ഭുതമൊന്നും ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടും കുറച്ച് പരീക്ഷണങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് കാന്തത്തിൽ ഇവ അറ്റാച്ച് ചെയ്ത് വരുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. നമ്മൾ കുട്ടിക്കാലത്തും മറ്റുമൊക്കെ മണ്ണിലൊക്കെ കളിക്കുന്ന സമയത്ത് കാന്തം കൊണ്ടുപോകുന്ന സമയത്ത് മണൽത്തരികൾക്കിടയിലൂടെ കാന്തിക ശക്തിയുള്ള അല്ലെങ്കിൽ കാന്തം ആകർഷിക്കുന്ന തരത്തിലുള്ള വസ്തുക്കൾ ആ കാന്തത്തിൽ ഒട്ടിച്ചേർന്ന് പോകും. അതുപോലെ പേപ്പറിൻ്റെ അടിഭാഗത്ത് കാന്തം വെച്ചിട്ട് മുകളിൽ കൂടെ ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന സമയത്ത് കാന്തം ആകർഷിക്കുന്ന പാർട്ടിക്കിൾസ് മൂവ് ചെയ്ത് പേപ്പറിൻ്റെ അടിയിലെ കാന്തത്തിനോടൊപ്പം വരുന്നതൊക്കെ കണ്ട് നമ്മൾ ഒരുപാട് ആസ്വദിച്ചിട്ടില്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാന്തത്തിൻ്റെ സവിശേഷത കൊണ്ടാണ്. ഇതിനോടൊപ്പം നമുക്കറിയാം കാന്തം എല്ലാ വസ്തുക്കളെയും ആകർഷിക്കുമോ? ഇല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, കാന്തത്തിൻ്റെ സവിശേഷതകളും കാന്തത്തിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ കാന്തം എല്ലാ വസ്തുക്കളെയും ആകർഷിക്കുന്നില്ല. കാന്തത്തിനും ആകർഷിക്കുന്നവയും ആകർഷിക്കാത്തവയുമുണ്ട്. അപ്പം അതിന് നമുക്ക് പൊതുവെ കാന്തിക വസ്തുക്കളെന്നും അകാന്തിക വസ്തുക്കളെന്നും പറയാം. അതെന്താണെന്ന് വെച്ചാൽ കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ പൊതുവെ കാന്തിക വസ്തുക്കൾ എന്ന് പറയുന്നത്, അതായത് മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ഉദാഹരണത്തിന് ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട് തുടങ്ങിയവയൊക്കെ എന്താണ്? കാന്തിക വസ്തുക്കളാണ്. ഇവയെല്ലാം കാന്തം ആകർഷിക്കുന്നുണ്ട്. ഇനി കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളെ നമ്മൾ പൊതുവെ അകാന്തിക വസ്തുക്കൾ എന്ന് പറയും. നമുക്കറിയാം പേപ്പർ, പ്ലാസ്റ്റിക്, സ്വർണം, മരം ഇവയെയൊന്നും എന്താണ്? കാന്തം ആകർഷിക്കുന്നില്ല. അപ്പോൾ കാന്തം ആകർഷിക്കുന്നവയെ കാന്തിക വസ്തുക്കൾ എന്നും കാന്തം ആകർഷിക്കാത്തവയെ അകാന്തിക വസ്തുക്കൾ എന്നും പറയുന്നു. ഇനി ഒരു ബാർ കാന്തം ഉദാഹരണത്തിന് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ബാർ കാന്തം, അതായത് ഈ ഒരു ഷേപ്പിലുള്ള കാന്തം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവ എങ്ങനെയാണ് വസ്തുക്കളെ ആകർഷിക്കുന്നത്? ബാർ കാന്തം ഇവിടെ ഒരു പരീക്ഷണം പോലെ തന്നിട്ടുണ്ട്. ഒരു ബാർ കാന്തം നമ്മൾ കുറച്ച് ഇരുമ്പ് പൊടിയുടെ അടുത്ത് കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ അവിടെ ആ ഇരുമ്പ് പൊടി ബാർ കാന്തത്തെ ചുറ്റി മൊത്തത്തിലായിരിക്കുമോ പിടിക്കുന്നുണ്ടാവുക, അതോ ഈ ചിത്രത്തിൽ തന്നിട്ടുള്ളത് പോലെ ആയിരിക്കുമോ? എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ടുള്ള ഒരു ബാർ കാന്തം കൊണ്ടുപോയിട്ട് ഇരുമ്പ് പൊടിയുടെ അടുത്ത് വെക്കുകയാണെങ്കിൽ ബാർ കാന്തം ഇരുമ്പ് പൊടിയുടെ വളരെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇരുമ്പ് പൊടി കാന്തത്തിൽ പറ്റിപ്പിടിക്കുന്നു. അപ്പോൾ പേപ്പറിൽ ചുറ്റിപ്പിടിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ എന്നാലേ ഈ ഒട്ടിപ്പിടിച്ചിട്ടുള്ള ഇരുമ്പ് പൊടി പെട്ടെന്ന് നീക്കം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അത് കുഴപ്പമില്ല. ബാർ കാന്തം ഇരുമ്പ് പൊടിയുടെ വളരെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇരുമ്പ് പൊടി കാന്തത്തിൽ പറ്റിപ്പിടിക്കുന്നു. ഇരുമ്പ് പൊടി കാന്തത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെയല്ല പറ്റിപ്പിടിച്ചിട്ടുള്ളത്. ഈ ചിത്രത്തിൽ തന്നിട്ടുള്ളത് പോലെയാണ്, 2 ധ്രുവങ്ങളിലായിട്ടാണ്. അപ്പോൾ ഇത് ഒരു സവിശേഷതയുള്ള കാര്യമാണ്. എന്താണത്? കാന്തിക ധ്രുവങ്ങൾ. സാധാരണയായിട്ട് കാന്തത്തിൻ്റെ ആകർഷണ ബലം കൂടുതൽ അതിൻ്റെ അഗ്രങ്ങളിലാണ്. ആകർഷണ ശക്തി കൂടിയ ഈ അഗ്രങ്ങളാണ് കാന്തിക ധ്രുവങ്ങൾ എന്ന് പറയുന്നത്. ഏതൊരു കാന്തത്തിനും 2 ധ്രുവങ്ങളുണ്ട്. നമ്മൾ നോർത്ത് പോൾ, സൗത്ത് പോൾ എന്ന് കേട്ടിട്ടില്ലേ? കാന്തത്തിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും ആണ് എന്നുള്ളത്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കാന്തിക ധ്രുവങ്ങൾ എന്താണ്? ആകർഷണ ശക്തി കൂടിയ കാന്തത്തിൻ്റെ അഗ്രഭാഗങ്ങളെയാണ് കാന്തിക ധ്രുവങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഒരു മേശപ്പുറത്ത് ഒരു കാന്തം വെച്ചിട്ട് അതിൻ്റെ മറ്റൊരറ്റത്തായിട്ട് കുറച്ച് അകലെയായിട്ട് ഒരു മൊട്ടുസൂചി വെച്ചു എന്ന് കരുതുക. ആ ഒരു മൊട്ടുസൂചി കാന്തത്തിനടുത്തേക്ക് കൊണ്ടുവരും തോറും എന്ത് സംഭവിക്കുന്നു? മൊട്ടുസൂചി ആ കാന്തത്തിനടുത്തേക്ക് കൊണ്ടുവരും തോറും നമുക്കൊരു ഫീല് വരുന്നില്ലേ? കാന്തം ആകർഷിക്കുന്നതായിട്ടൊരു ഫീല് വരുന്നില്ലേ? അതെന്തുകൊണ്ടാണ്? കാന്തം അവിടെ ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്.
എന്താണത്? കാന്തം പ്രയോഗിക്കുന്ന ആ ഒരു ബലമാണ് കാന്തിക ബലം എന്ന് പറയുന്നത്. കാന്തം ആ ഒരു മുട്ടുസൂചിയെ ആകർഷിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ കാന്തം പ്രയോഗിക്കുന്ന ആ ബലത്തിനെയാണ് നമ്മൾ കാന്തിക ബലം എന്ന് പറയുന്നത്. അതായത് കാന്തത്തിന് ചുറ്റും കാന്തിക ബലം അനുഭവപ്പെടുന്നുണ്ട്. കാന്തത്തിന് ഒരു നിശ്ചിത പരിധിയിൽ കാന്തിക ബലം അനുഭവപ്പെടുന്നുണ്ട്. ഇങ്ങനെ കാന്തത്തിന് ചുറ്റും കാന്തിക ബലം അനുഭവപ്പെടുന്ന പ്രദേശത്തെ കാന്തിക മണ്ഡലം എന്ന് പറയുന്നു. കാന്തിക മണ്ഡലം. ഈ കാന്തിക മണ്ഡലം അദൃശ്യമാണ്, നമുക്കറിയാം. ഈ ഉദാഹരണമൊക്കെ പറയുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ കുഞ്ഞിലെ ഓരോ കാര്യങ്ങളായിട്ട് ഈ കാന്തത്തിൻ്റെ ഒരു സവിശേഷത നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം ഈ ഒരു കാന്തിക മണ്ഡലം എന്നുള്ളത് അദൃശ്യമാണ്. കാന്തിക മണ്ഡലം അനുഭവപ്പെടുന്ന സ്ഥലത്ത് ഇവ കാന്തങ്ങൾ കാന്തിക സ്വഭാവമുള്ള വസ്തുക്കളെ ആകർഷിക്കുന്ന ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്. അതിനെയാണ് കാന്തിക ബലം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ കാന്തിക മണ്ഡലത്തിൽ കാന്തിക മണ്ഡല രേഖകളുണ്ട് എന്നാണ് പറയുന്നത്. കാന്തിക മണ്ഡലവും കാന്തിക മണ്ഡല രേഖകളും അദൃശ്യമാണ്. എങ്കിലും അവയുടെ ഒരു സാന്നിധ്യം മനസ്സിലാക്കത്തക്ക വിധത്തിൽ ഇവിടെ ഒരു പരീക്ഷണം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ ചിത്രത്തിൽ നൽകിയിട്ടുള്ളതുപോലെ ചതുരാകൃതിയിലുള്ള ഒരു ഗ്ലാസ് ഷീറ്റ് ഇങ്ങനെ പുസ്തകങ്ങൾക്ക് നടുക്കായിട്ട് വെക്കുകയും അതിനടിയിൽ ഒരു ബാർ കാന്തം സെറ്റ് ചെയ്യുകയും ചെയ്യുക. ഇങ്ങനെ ചതുരാകൃതിയിലുള്ളൊരു ഗ്ലാസ് ഷീറ്റ് ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ പുസ്തകങ്ങൾക്കിടയിലായിട്ട് വെച്ച് അതിനടിയിൽ ഒരു ബാർ കാന്തം വെച്ച ശേഷം ഈ ഗ്ലാസ്സിന് മുകളിലേക്ക് ഇരുമ്പ് പൊടി വിതറാനായിട്ടാണ് ആവശ്യപ്പെടുന്നത്. ആ സമയത്ത് അവിടെ ഇരുമ്പ് പൊടി പ്രത്യേക രീതിയിൽ ഇവിടെ ഈ ചിത്രത്തിൽ തന്നിരിക്കുന്നത് പോലെ ക്രമീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് പരീക്ഷണം പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ക്രമീകരണം സംഭവിച്ചതുപോലെയാണ്, ഈ രേഖകൾ പോലെയാണ് കാന്തിക മണ്ഡല രേഖകൾ എന്നാണ് പറയുന്നത്. ഈ ക്രമീകരണം കാന്തിക മണ്ഡല രേഖകളെ സൂചിപ്പിക്കുന്നതാണ്. എന്നാൽ കാന്തിക മണ്ഡലവും കാന്തിക മണ്ഡല രേഖകളും അദൃശ്യമാണ്. ഇവ രണ്ടും അദൃശ്യമായിട്ടാണ് കാണുന്നത്. ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ കാന്തിക മണ്ഡല രേഖകൾ എങ്ങനെ എന്ന് മനസ്സിലാക്കത്തക്ക വിധത്തിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ കാന്തങ്ങളൊക്കെ എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? കാന്തങ്ങളുടെ നിർമ്മാണത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കാന്തിക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് കാന്തം നിർമ്മിക്കുന്നത്. കാന്തം നിർമ്മിക്കപ്പെടുന്നത് കാന്തിക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ്. കാന്തിക വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്? അൽനിക്കോ എന്ന് പറയുന്ന ഒരു ലോഹ സങ്കരമാണ് കാന്തം നിർമ്മിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത്. അൽനിക്കോ എന്ന് പറഞ്ഞാൽ അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, അയൺ എന്നിവയാണ്, അയൺ അല്ലെങ്കിൽ ഇരുമ്പ്, ഇവയാണ് കാന്തം ഉണ്ടാക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന അൽനിക്കോയിൽ ഉൾപ്പെടുന്നത്. അൽനിക്കോ എന്ന ലോഹ സങ്കരമാണ് കാന്തം നിർമ്മിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, ഇരുമ്പ്. ഇത് കൂടാതെ മറ്റ് പല വസ്തുക്കളും കാന്ത നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് സമേരിയം, കൊബാൾട്ട്, ഫെറൈറ്റ് റബ്ബർ, നിയോഡീമിയം എന്നിവ കൊണ്ടുണ്ടാക്കിയ വിവിധ തരം കാന്തങ്ങളും നിലവിലുണ്ട് എന്നാണ് പറയുന്നത്. ഇവയിൽ നിയോഡീമിയം കാന്തങ്ങളാണ് കൂടുതൽ ശക്തിയുള്ളത്. നിയോഡീമിയം കാന്തങ്ങളാണ് കൂടുതൽ ശക്തിയുള്ളത്. അപ്പോൾ കാന്തിക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് കാന്തം നിർമ്മിക്കുന്നു. അതിനായിട്ട് പ്രധാനമായും ഉപയോഗിക്കുന്നത് അൽനിക്കോ എന്ന ലോഹ സങ്കരമാണ്. ഇതല്ലാതെ മറ്റ് പല പദാർത്ഥങ്ങൾ കൊണ്ടും കാന്തം നിർമ്മിക്കാറുണ്ട്. കാന്തങ്ങൾ എങ്ങനെ നിർമ്മിക്കുന്നു എന്ന് നമ്മൾ കണ്ടു. കാന്തങ്ങൾ വിവിധ തരത്തിലുണ്ട്. ഏതൊക്കെയാണ് ആ പലതരം കാന്തങ്ങൾ? കാന്തങ്ങൾ ഇവിടെ നൽകിയിട്ടുള്ളതുപോലെ വിവിധ ആകൃതിയിലുണ്ട്. ഇവിടെ താഴെ നൽകിയിട്ടുള്ള പേരുകൾ സൂചിപ്പിക്കുന്നത് പോലെ ലാടകാന്തം, ബാർ കാന്തം, സിലിണ്ടറിക്കൽ കാന്തം, കാന്ത സൂചി, ഓവൽ കാന്തം, യു കാന്തം, ഡിസ്ക് കാന്തം, റിങ് കാന്തം, അങ്ങനെ ആകൃതിക്കനുസരിച്ച് വിവിധ പേരുകളാണ് ഈ കാന്തത്തിന് നൽകിയിട്ടുള്ളത്. കാന്തങ്ങൾ പലതരമുണ്ട്. ആകൃതിക്കനുസരിച്ച് അവയ്ക്ക് പ്രത്യേകം പേരുകളുമുണ്ട്. ഓക്കെ, ഇനി കാന്തത്തിൻ്റെ ഇവിടെ എല്ലാ കാന്തത്തിലും നോക്കിയാൽ കാണാം വ്യത്യസ്ത തരത്തിൽ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നോർത്ത് പോളും സൗത്ത് പോളും എന്ന് എടുത്ത് മനസ്സിലാക്കത്തക്ക വിധത്തിൽ നിറത്തിലോ അല്ലെങ്കിൽ അക്ഷരത്തിലോ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. കാന്തത്തിന് 2 ധ്രുവങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പരീക്ഷണം നൽകിയിട്ടുണ്ട്. ഇവിടെ പരീക്ഷണത്തിന് നൽകിയിട്ടുള്ളത് പോലെ തന്നെ
ഈ ഒരു ബാർ കാന്തം ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ വെക്കുക. ബാർ കാന്തത്തിൻ്റെ മധ്യഭാഗത്ത് ഒരു നൂല് കെട്ടിയിട്ട് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തൂക്കി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ കാന്തത്തിൻ്റെ ചലനം നിലയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ധ്രുവങ്ങൾ ഏത് ദിക്കിലേക്കാണോ നിൽക്കുന്നത്, ഇപ്പോൾ റെഡിൽ നോർത്താണ് വരുന്നത്, അപ്പോൾ അതിനനുസരിച്ചായിരിക്കും ആ ഒരു ദിക്ക് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെ സ്വതന്ത്രമായി തൂക്കിയിട്ടുള്ള കാന്തം തെക്ക് വടക്ക് ദിശയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളതുപോലെ നോർത്ത് സൗത്ത് പോൾ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക. അതിനനുസരിച്ചാണ് കാന്തം സ്വതന്ത്രമായി നിൽക്കുമ്പോൾ ഏത് ദിശയിലേക്കാണോ അതിനനുസരിച്ച് നമുക്ക് ദിക്ക് കണ്ടെത്താവുന്നതാണ് എന്നാണ് പറയുന്നത്. അതാണ് ഈ ഒരു അപ്പോൾ ഇത്തരത്തിൽ സ്വതന്ത്രമായി തൂക്കിയിട്ടിട്ടുള്ള കാന്തം തെക്ക് വടക്ക് ദിശയിലേക്കായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഇതുപോലെ സ്വതന്ത്രമായി ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടുള്ള കാന്തം അതിൻ്റെ ആ ഒരു ചലനം നിൽക്കുന്ന സമയത്ത് അത് ഏത് ദിശയിലേക്കായിരിക്കും? നോർത്ത് സൗത്ത് ദിശയിലേക്ക്, ഇവിടെ നൽകിയിട്ടുള്ളതുപോലെ നോർത്ത് സൗത്ത് ദിശയിലേക്കായിരിക്കും നിൽക്കുന്നുണ്ടാവുക. എന്തുകൊണ്ടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കാന്തത്തിന് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. അപ്പോൾ കാന്തത്തിൻ്റെ നോർത്ത് പോൾ എന്ന് പറയുന്നത് ഭൂമിയുടെ വടക്ക് ദിശയിലേക്ക് നിൽക്കുന്ന അഗ്രഭാഗത്തെ കാന്തത്തിൻ്റെ ഉത്തര ധ്രുവം അഥവാ നോർത്ത് പോൾ എന്നാണ് പറയുന്നത്. ഭൂമിയുടെ വടക്ക് ദിശയിലേക്ക് നിൽക്കുന്ന അഗ്രത്തെ കാന്തത്തിൻ്റെ ഉത്തര ധ്രുവം അല്ലെങ്കിൽ നോർത്ത് പോൾ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഭൂമിയുടെ തെക്ക് ദിശയിലേക്ക് നിൽക്കുന്ന അഗ്രത്തെ കാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവം എന്നുമാണ് പറയുന്നത്, സൗത്ത് പോൾ എന്ന് പറയുന്നു. ഈ രണ്ട് ധ്രുവങ്ങളെ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ എൻ എന്നും എസ് എന്നും അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതുകൂടാതെ ബാർ കാന്തത്തിൽ ഉത്തര ധ്രുവത്തെ സൂചിപ്പിക്കുന്നതിനായിട്ട് ഒരു പ്രത്യേക അടയാളം ഉപയോഗിക്കാറുണ്ട്. സാധാരണയായിട്ടൊരു വൈറ്റ് സ്പോട്ടാണ് ഉത്തര ധ്രുവത്തിൻ്റെ അടയാളമായിട്ട് കൊടുക്കുന്നത്. ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ നൽകിയിട്ടുള്ള ഈ ഒരു കാന്തം ബ്രേക്കായി പോവുകയാണെങ്കിൽ, ഒന്നും നടുക്ക് വെച്ച് മുറിഞ്ഞു പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ സ്വാഭാവികമായിട്ടും മറ്റൊരു നോർത്ത് പോളും സൗത്ത് പോളും രൂപപ്പെട്ടു വരും എന്നുള്ളതാണ്. ഒരു കാന്തം മുറിഞ്ഞ് രണ്ട് കഷ്ണങ്ങളായാൽ രണ്ട് കഷ്ണങ്ങളും ഓരോ ചെറു കാന്തങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? സ്വതന്ത്രമായി തൂക്കിയിട്ടിട്ടുള്ള കാന്തം എപ്പോഴും വടക്ക് തെക്ക് ദിശയിൽ നിൽക്കുന്നു. ഈ പ്രത്യേകത ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ദിക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. ഇത് ഇവിടെ കണ്ടതോ? ഓർക്കുന്നുണ്ടോ? കാന്തസൂചി. അപ്പോൾ ഈ കാന്തസൂചി ഇവിടെ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലായല്ലോ. കാന്തത്തിന് ഇത്തരത്തിലൊരു സവിശേഷതയുണ്ട്. ഈ സവിശേഷത ഉപയോഗിച്ചുകൊണ്ടാണ് വടക്കു നോക്കി യന്ത്രം ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ വടക്കു നോക്കി യന്ത്രത്തിൻ്റെ ഉപയോഗം വരുന്നത് ഇപ്രകാരമാണ്. പണ്ട് കടലിലൂടെയും മരുഭൂമിയിലൂടെയും യാത്ര ചെയ്തിരുന്നവർ ദിക്കറിയുന്നതിനായിട്ട് പല മാർഗങ്ങളും ഉപയോഗിച്ചിരുന്നു. ധ്രുവ നക്ഷത്രത്തെയും മറ്റ് ചില നക്ഷത്ര സമൂഹത്തെയും അവർ ഇതിനായി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കാന്തത്തിൻ്റെ സവിശേഷത തിരിച്ചറിഞ്ഞതോടുകൂടി ദിക്കറിയാനുള്ള മാർഗം വളരെ എളുപ്പമായി. അങ്ങനെ കാന്തം ഉപയോഗിച്ച് ദിക്ക് നിർണ്ണയിക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് വടക്കു നോക്കി യന്ത്രം എന്ന് പറയുന്നത്. ഇനി ഒരു പരീക്ഷണമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ ഒരു കാന്തം കെട്ടിത്തൂക്കി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ദിശ എങ്ങനെയായിരിക്കും? നോർത്ത് സൗത്ത് ദിശയിലേക്കായിരിക്കും, വടക്ക് തെക്ക് ദിശയിലേക്കായിരിക്കും. എന്നാൽ ഈ പരീക്ഷണത്തിൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പ് എന്നോണം തൊട്ട് താഴെയായിട്ട് ഇതുപോലൊരു കാന്തം കൂടി വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? സ്വതന്ത്രമായിട്ട് തൂക്കിയിട്ടിരിക്കുന്ന ഒരു കാന്തം എപ്പോഴും വടക്ക് തെക്ക് ദിശയിൽ നിൽക്കുന്നതിന് കാരണം എന്താണ്? അതിന് കാരണത്തിലേക്കാണ് നമ്മളിനി എത്തുന്നത്. തൊട്ട് താഴെയായിട്ട് തൂക്കിയിട്ട ഈ കാന്തത്തിന് തൊട്ട് താഴെയായിട്ട് മറ്റൊരു ബാർ കാന്തം കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ നേരെ ഓപ്പോസിറ്റായിട്ട് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ തൂക്കിയിട്ട കാന്തത്തിൻ്റെ ദിശ മാറും. തൂക്കിയിട്ട കാന്തത്തിൻ്റെ ദിശ പിന്നീട് മാറ്റിയാലും അത് വീണ്ടും വടക്ക് തെക്ക് ദിശയിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇനി പറയുന്നത്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ വടക്ക് തെക്ക് ദിശയിൽ ഒരു സാധാരണ കാന്തം തൂക്കിയിട്ടിരിക്കുന്ന ഒരു സാധാരണ കാന്തം വടക്ക് തെക്ക് ദിശയിൽ നിൽക്കുന്നതിന് കാരണം ഭൂമി ഒരു വലിയ കാന്തമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഭൂമിയുടെ കാന്തിക ഉത്തര ധ്രുവം ഭൂമിശാസ്ത്രപരമായി ദക്ഷിണ ധ്രുവത്തിനടുത്തും കാന്തിക ദക്ഷിണ ധ്രുവം ഭൂമിശാസ്ത്രപരമായി ഉത്തര ധ്രുവത്തിനടുത്തും സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ടാണ് സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തത്തിൻ്റെ ഉത്തര ധ്രുവം ഭൂമിയുടെ കാന്തിക ദക്ഷിണ ധ്രുവത്തിലേക്ക്, അതായത് ഭൂമിശാസ്ത്രപരമായി വടക്ക് ദിശയിലേക്ക് നിൽക്കുന്നതും.
അതുപോലെ തെക്ക് ഭാഗത്തേക്ക് നിൽക്കുന്നതും. ഓക്കെ, ക്ലിയർ ആണോ? ഇവിടെ പറഞ്ഞതിൽ കുറച്ച് ക്ലാരിറ്റി കുറവ് ഉണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഭൂമിക്ക് കാന്തിക ശക്തിയുണ്ട്. ഭൂമി ഒരു വലിയ കാന്തമായിട്ട് വർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ഭൂമി ഒരു വലിയ കാന്തമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത്. ഇനി ഈ ഒരു പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഭൂമിയുടെ കാന്തിക ക്ഷേത്രവും താഴെ വച്ചിരിക്കുന്ന ഈ കാന്തത്തിന്റെ കാന്തിക ക്ഷേത്രവും ഒരുമിച്ച് ഇവിടെ ഈ തൂക്കിയിട്ടിട്ടുള്ള കാന്തത്തിൽ ബലം പ്രയോഗിക്കുന്നു. രണ്ട് കാന്തിക മണ്ഡലങ്ങളുടെയും സ്വാധീനത്തിലാണ് ഈ തൂക്കിയിട്ടിട്ടുള്ള കാന്തം പുതിയ ദിശയിലേക്ക് ദിശ മാറിപ്പോകുന്നത്. എന്നാൽ താഴെയുള്ള ഈ ഒരു കാന്തം മാറ്റുകയാണ് എങ്കിൽ ഭൂമിയുടെ കാന്തിക ക്ഷേത്രത്തിൻ്റെ സ്വാധീനം മാത്രമല്ലേ അവിടെ ഉണ്ടാവുള്ളൂ. അത് കാരണം വീണ്ടും ഈ കാന്തം തെക്ക് വടക്ക് ദിശയിലേക്ക് വരും. ഇപ്പം ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണ് തെക്ക് വടക്ക് ദിശയിൽ ഇത് സ്വതന്ത്രമായി നിൽക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ഈ ഭൂകാന്തം എന്ന് പറഞ്ഞത് എന്താണ്? ഭൂമി ഒരു കാന്തമാണ്. ഈ ഭൂകാന്തത്തിന് ഒരു കാന്തിക മണ്ഡലമുണ്ട്. നമ്മൾ നേരത്തെ കാന്തം പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കാന്തിക മണ്ഡലമുണ്ട്, മണ്ഡല രേഖകളുണ്ട് എന്നുള്ളത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഭൂമി ഒരു കാന്തമാണ്. ഈ കാന്തത്തിന് ഒരു കാന്തിക മണ്ഡലമുണ്ട്. ഭൂകാന്ത ധ്രുവങ്ങൾ തെക്ക് വടക്ക് ദിശയിലാണ് ഉള്ളത്. ഇങ്ങനെയാണ് ഭൂമി കാന്തമായിട്ട് വർത്തിക്കുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും നോർത്ത് പോളും സൗത്ത് പോളും. അപ്പോൾ നോർമലി നോർത്ത് ഇവിടെയല്ലേ, സൗത്ത് ഇങ്ങനെ. പക്ഷെ പറയുമ്പോൾ അതാണിതാ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഭൂമിയുടെ ഉത്തര ധ്രുവം ഭൂകാന്തത്തിന്റെ ദക്ഷിണ ധ്രുവമാണ്. ഇവിടെ നൽകിയിട്ടുള്ളത് പോലെ ഭൂമിയുടെ ഉത്തര ധ്രുവം ഭൂകാന്തത്തിന്റെ ദക്ഷിണ ധ്രുവമാണ്. ഭൂമിയുടെ ദക്ഷിണ ധ്രുവം എന്താണ്? ഭൂകാന്തത്തിന്റെ ഉത്തര ധ്രുവമാണ്. അതുകൊണ്ടാണ് സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിലേക്കായിട്ട് നിൽക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി കാന്തങ്ങൾ അടുക്കുമ്പോൾ ഒരു കാന്തം മറ്റൊരു കാന്തത്തിനെ ആകർഷിക്കുമോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഒരേപോലെയുള്ള കാന്തങ്ങൾ, ഇപ്പോൾ ധ്രുവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള രണ്ട് ബാർ കാന്തങ്ങൾ ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ, ഒരു കാന്തം മേശപ്പുറത്ത് വെച്ചു, മറ്റൊരു കാന്തം ഈ മേശപ്പുറത്തുള്ള മറ്റേ കാന്തത്തിൻ്റെ ഒരു ധ്രുവം എടുത്ത് മേശപ്പുറത്തുള്ള കാന്തത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ എവിടെയൊക്കെയാണ് ആകർഷണം ഉണ്ടാവുന്നത്, എവിടെയൊക്കെയാണ് ആകർഷണം ഇല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ട് കാന്തങ്ങൾ വെക്കുന്ന സമയത്ത് ഇപ്പോൾ ഇതുപോലെയാണെങ്കിൽ സൗത്ത് വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? സൗത്ത് പോളും ഈ ബാർ കാന്തത്തിൻ്റെ സൗത്ത് പോളും ഈ ഒരു ബാർ കാന്തത്തിൻ്റെ സൗത്ത് പോളും തമ്മിൽ ചേരുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സൗത്ത് ഇപ്പോൾ ലൈക്ക് പോൾസ് ആണെങ്കിൽ, ഒരേ പോൾസ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നോർത്ത് പോൾ അല്ലെങ്കിൽ സൗത്ത് പോൾ ഇവിടെ തന്നതുപോലെ സൗത്ത് നോർത്ത് ആണെന്നുണ്ടെങ്കിൽ ഇവ റിപ്പൽസ് ആണ്. ഇവ തമ്മിൽ യോജിക്കില്ല, ഇവ വികർഷിക്കുകയാണ് ചെയ്യുന്നത്, ഇവ വിട്ടുപോകും. ഇതെങ്ങനെയാ പറയുക? ഇങ്ങനെ, ഇപ്രകാരം ഇവ രണ്ടും വിട്ടുപോവുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇനി ഓപ്പോസിറ്റ് പോൾസ് ആണെങ്കിൽ, സൗത്ത് പോളും നോർത്ത് പോളും അല്ലെങ്കിൽ നോർത്ത് പോളും സൗത്ത് പോളും ആണെങ്കിൽ എന്താണ്? ഓപ്പോസിറ്റ്സ് അട്രാക്ട്സ്. അപ്പോൾ ഇവ തമ്മിൽ എന്താണ്? ഇവ ചേരും. ഇപ്പോൾ നോർത്ത് പോളും സൗത്ത് പോളും ആണ് എന്നുണ്ടെങ്കിൽ നിരീക്ഷണം എങ്ങനെയാണ്? കാന്തം അവയെ ആകർഷിക്കും. അപ്പോൾ ഒരേപോലെയുള്ള ധ്രുവങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു നിരീക്ഷണം എങ്ങനെ നമുക്ക് പറയാനായി സാധിക്കും? രണ്ട് കാന്തങ്ങളുടെ ഒരേപോലെയുള്ള ഒരേ ധ്രുവങ്ങളെ സജാതീയ ധ്രുവങ്ങളെന്നും വ്യത്യസ്ത ധ്രുവങ്ങളെ വിജാതീയ ധ്രുവങ്ങളെന്നുമാണ് പറയുന്നത്. സജാതീയ ധ്രുവങ്ങൾ എങ്ങനെയാണ്? വികർഷിക്കും, ഇറ്റ് റിപ്പൽസ്. വിജാതീയ ധ്രുവങ്ങളോ, ഇത് അട്രാക്ട്സ് ആണ്. ഓപ്പോസിറ്റ് പോൾസ് അട്രാക്ട്സ്. ഇവ ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ആകർഷിക്കുന്നു. ലൈക്ക് പോൾസ് എന്താണ്? റിപ്പൽ ചെയ്യുന്നു, വികർഷിക്കുന്നു. ഇതിവിടെ പറയുന്നുണ്ട്. ആകർഷണവും വികർഷണവും എങ്ങനെയാണ് വരുന്നത്? വ്യത്യസ്ത കാന്തങ്ങളുടെ ഒരേ ധ്രുവങ്ങളെ സജാതീയ ധ്രുവങ്ങളെന്നും വ്യത്യസ്ത ധ്രുവങ്ങളെ വിജാതീയ ധ്രുവങ്ങൾ എന്നും പറയുന്നു. സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? സൗത്ത് പോളാണ് തന്നിട്ടുള്ളത്. ഇവ തമ്മിൽ എന്താണ്? ആകർഷിക്കുകയോ വികർഷിക്കുകയോ? ഇത് വികർഷിക്കുകയാണ് ചെയ്യുക. ഇത് രണ്ടും ലൈക്ക് പോൾസ് അല്ലേ? അതുപോലെ തൊട്ട് താഴെ കണ്ടോ, ഓപ്പോസിറ്റ് പോൾസ് ആണ് തന്നിട്ടുള്ളത്. അവിടെ എങ്ങനെയാണ്? ഇവ ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ.
ഇനി നമുക്ക് എന്തൊക്കെയാണ് കാന്തത്തിൻ്റെ പൊതു സ്വഭാവങ്ങൾ എന്ന് നോക്കാം. കാന്തത്തിൻ്റെ പൊതു സ്വഭാവങ്ങൾ കണ്ടെത്തുന്നതിനായിട്ട് ധാരാളം പരീക്ഷണങ്ങൾ ഇപ്പോൾ നമ്മൾ നടത്തി. കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നവയുണ്ട്, അത് വെച്ച് നമുക്ക് പറയാം. കാന്തം കാന്തിക വസ്തുക്കളെ ആകർഷിക്കുന്നുണ്ട്. കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെ നമ്മൾ എന്ത് പേരിലാണ് പറഞ്ഞത്? കാന്തിക വസ്തുക്കൾ. കാന്തം ആകർഷിക്കാത്തവയെ നമ്മൾ അകാന്തിക വസ്തുക്കൾ എന്നും പറഞ്ഞു. കാന്തത്തിന് 2 ധ്രുവങ്ങളുണ്ട്. കാന്തത്തിന് ആകർഷണ ബലം കൂടുതൽ അതിൻ്റെ ധ്രുവങ്ങളിലാണ്. നേരത്തെ നമ്മളൊരു പരീക്ഷണത്തിൽ കണ്ടതാണ്. ഇനി കാന്തം കാന്തിക വസ്തുക്കളിൽ ബലപ്രയോഗം നടത്തുന്നുണ്ട്. കാന്തത്തിന് ചുറ്റും കാന്തിക മണ്ഡലമുണ്ട്, അത് അദൃശ്യമാണ്. അതുപോലെ കാന്തിക മണ്ഡലത്തിന് ചുറ്റും കാന്തിക മണ്ഡല രേഖകളുണ്ട്. അങ്ങനെ നമ്മളിവിടെ പറഞ്ഞത് വെച്ച് ധാരാളം സവിശേഷതകൾ കാന്തത്തിൻ്റെതായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് കാന്തത്തിൻ്റെ ചരിത്രത്തിലേക്ക്, എങ്ങനെയാണ് കാന്തത്തിലേക്ക് എത്തിയത് എന്ന് നോക്കാം. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് ഗ്രീസിൽ മഗ്നീഷ്യ എന്നൊരു സ്ഥലമുണ്ടായിരുന്നു. മാഗ്നസ് എന്ന പേരുള്ള ഒരു ആട്ടിടയൻ അവിടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം അഗ്രങ്ങളിൽ ഇരുമ്പ് ചുറ്റിയിട്ടുള്ള തൻ്റെ വടി ഒരു പാറപ്പുറത്ത് വെച്ചിട്ട് വിശ്രമിക്കുകയായിരുന്നു. വിശ്രമം കഴിഞ്ഞ് പാറപ്പുറത്ത് നിന്നും തൻ്റെ വടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ആട്ടിടയന് വിചിത്രമായിട്ടൊരു അനുഭവമുണ്ടായി. എന്താണ്? അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇരുമ്പ് ചുറ്റിയ വടി പാറപ്പുറത്ത് ഉറച്ചുപോയി. ഇരുമ്പാണികൾ തറച്ച ബൂട്ടും പാറയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഇത് തീർച്ചയായിട്ടും ഒരു മാന്ത്രിക പാറയാണ് എന്നാണ് കണ്ടവരാദ്യം പറഞ്ഞത്. ഇല്ല, ഇതിന് മറ്റെന്തോ കാരണമുണ്ട്. അത് അദൃശ്യകരങ്ങളുടെ ശക്തിയാണ്, എന്തോ ഒരു തരം അദൃശ്യകരങ്ങളുടെ ശക്തിയാണ് എന്നൊക്കെയാണ് പിന്നീട് ചർച്ചകളുണ്ടായത്. ഈ ഒരു സംഭവത്തിൻ്റെ തുടർച്ചയെന്നോണം ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് എന്ന് പിന്നീട് ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയും ഇത്തരം പാറകൾ ആട്ടിടയൻ്റെ കമ്പിനെ മാത്രമല്ല എല്ലാ കാന്തിക വസ്തുക്കളെയും ആകർഷിക്കുമെന്നും കണ്ടെത്തി. ഈ ആട്ടിടയൻ്റെ പേരിനെ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു മാഗ്നസ്, ഈ ഒരു ആട്ടിടയൻ്റെ പേരിനെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കാന്തിക ശക്തിയുള്ള പാറകൾ ഉൾക്കൊള്ളുന്ന മലകൾ ഭൂമിയിൽ പല സ്ഥലത്തുമുണ്ട് എന്നാണ് പറയുന്നത്. ലോഡ്സ്റ്റോൺ എന്നറിയപ്പെടുന്ന ഇവ പ്രകൃതിദത്ത കാന്തങ്ങളാണ് എന്നാണ് പറയുന്നത്. ലോഡ്സ്റ്റോൺ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ലോഡ്സ്റ്റോൺ എന്നറിയപ്പെടുന്ന ഇവ പ്രകൃതിദത്ത കാന്തങ്ങളാണ്. ഇനി ഇത്തരത്തിൽ അങ്ങനെ കാന്തത്തെ കണ്ടെത്തിയ കഥ നമ്മൾ മനസ്സിലാക്കി. കാന്തങ്ങൾ എന്ന് പറയുന്നത് 2 തരത്തിലാണ് പൊതുവെ പറയുന്നത്: സ്ഥിരകാന്തവും താൽക്കാലിക കാന്തവും. എന്താണ് സ്ഥിരകാന്തം, എന്താണ് താൽക്കാലിക കാന്തം എന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു പരീക്ഷണം തന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ജം ക്ലിപ്പ് കാന്തത്തോട് ചേർത്ത് വെക്കുന്നു. ശേഷം ഓരോ ക്ലിപ്പുകളും പരസ്പരം കണ്ണികളായി കോർത്ത് കൊണ്ടുവരുമ്പോൾ ഇവിടെ ഈ ക്ലിപ്പുകൾ തമ്മിൽ പരസ്പരം ആകർഷിക്കുന്ന എന്തുകൊണ്ടാണ്? എന്തോ ഒരു കാന്തിക ശക്തി ഉള്ളതുകൊണ്ടല്ലേ. എന്നാൽ ഈ ക്ലിപ്പുകൾക്ക് കാന്തശക്തി ഉണ്ടോ? ഇല്ല. ഇതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഒരു കാന്തിക മണ്ഡലത്തിൽ ഇരിക്കുമ്പോൾ കാന്തിക വസ്തുക്കൾക്ക് കാന്തിക സ്വഭാവം ഉണ്ടാകുന്നുണ്ട്. കാന്തിക മണ്ഡലം നീക്കം ചെയ്യുമ്പോൾ ഇവയുടെ കാന്തിക ശക്തി നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ആ ക്ലിപ്പുകൾക്ക് താൽക്കാലികമായിട്ടൊരു കാന്തിക സ്വഭാവം ലഭിച്ചത്. ജം ക്ലിപ്പ്, ആണി, മൊട്ടുസൂചി ഇവ താൽക്കാലിക കാന്തങ്ങളായാണ് പ്രവർത്തിച്ചത്. നേരത്തെ നമ്മൾ കണ്ട ചെയിൻ പോലെ കണക്ട് ചെയ്ത് വന്ന ക്ലിപ്പ് ഉണ്ടല്ലോ, ആ ക്ലിപ്പ് ആ കാന്തം റിമൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സ്പോട്ടിൽ തന്നെ എല്ലാം വേറെ ആയിട്ട് നിലം പതിക്കും അല്ലേ. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ഇത്തരത്തിൽ അത് താൽക്കാലിക കാന്തമായിരിക്കുന്നത് കൊണ്ടാണ്. ജം ക്ലിപ്പ്, ആണി, മൊട്ടുസൂചി ഇവയൊക്കെ താൽക്കാലിക കാന്തങ്ങളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ സ്ഥിരകാന്തങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഒരുപാട് സ്ഥിരകാന്തങ്ങളെ കുറിച്ച് മനസ്സിലാക്കി. ഇത് കൂടാതെ നമ്മൾ നേരത്തെ തൊട്ടു മുന്നേ പറഞ്ഞ ലോഡ്സ്റ്റോൺ, പ്രകൃതിദത്ത കാന്തമായിട്ടുള്ള ലോഡ്സ്റ്റോണും സ്ഥിരകാന്തത്തിൽ ഉൾപ്പെടുന്നതാണ്. സ്ഥിരകാന്തങ്ങളുടെ കാന്തിക സ്വഭാവം എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞതുപോലെയല്ല, ദീർഘകാലം നിലനിൽക്കുന്നതാണ്. കാന്തിക മണ്ഡലം നീക്കം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നവയല്ല. സ്ഥിരകാന്തങ്ങളുടെ കാന്തിക സ്വഭാവം ദീർഘകാലം നിലനിൽക്കും. അപ്പോൾ ഇതാണ് സ്ഥിരകാന്തവും താൽക്കാലിക കാന്തവും. ഇനി കാന്തിക ശക്തി എങ്ങനെയാണ് പരിശോധിക്കുന്നത്? അതായത് വ്യത്യസ്ത കാന്തങ്ങളുടെ കാന്തിക ശക്തി എന്ന് പറയുന്നത് വ്യത്യസ്ത തരത്തിലായിരിക്കും. അത് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു പരീക്ഷണം തന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ ഒരു പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വ്യത്യസ്ത കാന്തങ്ങളുടെ കാന്തിക ശക്തി എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ,
ഇനി എങ്ങനെയാണ് കാന്തത്തിന്റെ ശക്തിക്ക് വേരിയേഷൻസ് വരുന്നത്? കാന്തത്തിനെ വലിച്ചെറിയുമ്പോൾ, എടുത്തെറിയുന്ന സമയത്ത്, കൂട്ടിയിടുന്ന സമയത്ത്, അലക്ഷ്യമായിട്ട് കൂട്ടിയിടുന്ന സമയത്ത്, അതുപോലെ ചുറ്റിക കൊണ്ട് ശക്തിയായി അടിക്കുന്ന സമയത്ത്, ചൂടാക്കുന്ന സമയത്ത് ഒക്കെ കാന്തത്തിൻ്റെ കാന്തിക ശക്തി നഷ്ടപ്പെടുന്നതിനായിട്ടുള്ള സാഹചര്യമാണ് ഉള്ളത്. എടുത്തെറിയുമ്പോൾ, അലക്ഷ്യമായിട്ട് കൂട്ടിയിടുന്ന സമയത്ത്, ചുറ്റിക കൊണ്ട് ശക്തിയായി അടിക്കുമ്പോൾ, ചൂടാക്കുമ്പോഴൊക്കെ കാന്തത്തിന് അതിൻ്റെ ശക്തി നഷ്ടപ്പെടും. അങ്ങനെയാണെങ്കിൽ ഈ കാന്തിക ശക്തി നിലനിർത്താനായിട്ട് എന്താ ചെയ്യേണ്ടത്? കാന്തങ്ങൾ അലക്ഷ്യമായി കൂട്ടിയിട്ട് സൂക്ഷിച്ചാൽ അതിൻ്റെ കാന്തിക ശക്തി പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുമെന്ന് നമ്മൾ പഠിച്ചു. ഈ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുന്നത്? അതിനും ഇവിടെ ഒരു പരീക്ഷണം തന്നിട്ടുണ്ട്. എങ്ങനെയാണ്? ഓരോ കാന്തവും ദീർഘകാലം സൂക്ഷിക്കുന്നതിന് പ്രത്യേക രീതികളുണ്ട്. അങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ അവയുടെ കാന്തിക ശക്തി ഏറെക്കാലം നിലനിർത്താനായിട്ട് സാധിക്കും. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായിട്ടും മാർഗങ്ങളുണ്ട്. അപ്പോൾ ഈ ചിത്രത്തിൽ തന്നിട്ടുള്ളതുപോലെ സ്റ്റോപ്പർ ഇപ്രകാരം വെക്കുക. ആ കാന്തിക വസ്തു നടുവിലായിട്ടും, അതായത് ഇവയെ ജോഡികളായിട്ടല്ല വെക്കുന്നത് എന്നുള്ളതും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരത്തിൽ കാന്തത്തെ ശാസ്ത്രീയമായി സൂക്ഷിക്കാൻ കഴിയുകയാണെങ്കിൽ കാന്തശക്തി ഏറെ കാലം നിലനിർത്തുന്നതിനായിട്ട് സാധിക്കും. ഇവിടെ നൽകിയിട്ടുള്ളതുപോലെ യു കാന്തത്തെ എങ്ങനെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്? ഇപ്രകാരമാണ്. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ കാന്തത്തെ മറ്റ് കാന്തങ്ങൾ സൂക്ഷിക്കുന്ന രീതികളെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓരോ കാന്തവും അതിൻ്റേതായിട്ടുള്ള ശാസ്ത്രീയ രീതിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അത്തരത്തിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കാന്തത്തിൻ്റെ കാന്തിക ശക്തി കൂടുതൽ കാലം നിലനിൽക്കുന്നതിനായിട്ട് സഹായിക്കും. ഓക്കെ അല്ലേ? ഇനി വൈദ്യുത കാന്തം. എന്താണ് വൈദ്യുത കാന്തം എന്ന് പറയുന്നത്? വൈദ്യുതി ഉപയോഗിച്ച് ഒരു ഇരുമ്പാണിയെ താൽക്കാലിക കാന്തമായി മാറ്റുന്നതിനായിട്ട് സാധിക്കും. ഇതാണ് വൈദ്യുത കാന്തം എന്ന് പറയുന്നത്. ഇതിനായിട്ടും ഇവിടെ നമുക്കൊരു പരീക്ഷണമുണ്ട്. എന്താണ്? 9 വോൾട്ട് ബാറ്ററിയും കണക്ടറും ആവശ്യമാണ്. കവചിത ചെമ്പുകമ്പി ആവശ്യമാണ്. പച്ചിരുമ്പ് ആണി ആവശ്യമാണ്. മൊട്ടുസൂചി ആവശ്യമാണ്. എന്നിട്ട് അതിനുശേഷം ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളതുപോലെ ഈ ഒരു ചെമ്പുകമ്പി പച്ചിരുമ്പ് ആണിയിൽ ചുറ്റിയെടുക്കുക. ഈ കമ്പിച്ചുരുളിൻ്റെ എണ്ണം കൂടുതലായിരിക്കുന്നതാണ് നല്ലത്. അതിനുശേഷം ഈ ചെമ്പുകമ്പിയുടെ അഗ്രഭാഗത്തുള്ള ഇൻസുലേഷൻ കളഞ്ഞ് ഈ അഗ്രങ്ങൾ ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യുക. ആണിയുടെ അഗ്രഭാഗം ഏതാനും മൊട്ടുസൂചികളുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ ഇവ താൽക്കാലിക കാന്തമായിട്ട് പ്രവർത്തിക്കുന്നതായി കാണാം. അപ്പം ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ചെമ്പ് കമ്പിയിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിനു ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ കാന്തിക മണ്ഡലം രൂപപ്പെടുകയും ആണി കാന്തമായിട്ട് മാറുകയുമാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ വൈദ്യുത കാന്തം എന്ന് പറയുന്നത്. ഇതിൻ്റെ കാന്തിക ശക്തി എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ഒരു ബന്ധം വിച്ഛേദിക്കുന്നത് വരെയേ ഉള്ളൂ. അപ്പോൾ ഇതെന്താണ്? താൽക്കാലിക കാന്തമാണ്. വൈദ്യുത പ്രവാഹം വിച്ഛേദിച്ചാൽ വൈദ്യുത കാന്തത്തിൻ്റെ കാന്തിക ശക്തി നഷ്ടപ്പെടുന്നു. അപ്പോൾ വൈദ്യുതി ഉപയോഗിച്ച് ഒരു ഇരുമ്പാണിയെ താൽക്കാലിക കാന്തമാക്കി മാറ്റാം എന്നുള്ളത് നമുക്കിവിടെ നിന്ന് മനസ്സിലായി. ഇനി കാന്തം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് കാന്തം ഉപയോഗിക്കുന്നത്? കാന്തത്തിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ കാന്തത്തിൻ്റെ സവിശേഷത ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ ഉപകരണങ്ങളും നമ്മൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇവിടെ തന്നിട്ടുള്ളത് നോക്കിക്കേ. ഒന്നാമത് മാഗ്നറ്റിക് സ്ക്രൂ ഡ്രൈവർ ആണ് ആദ്യം തന്നിട്ടുള്ളത്. രണ്ടാമത് ഇതെന്താണ്? ഇലക്ട്രിക് ബെല്ലാണ്. ഇവിടെ തന്നിരിക്കുന്നത് ഒരു പിൻ ഹോൾഡറാണ്. ഇവിടെ മാഗ്നറ്റിൻ്റെ ഒരു സവിശേഷത ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു പിൻ ഹോൾഡർ പ്രവർത്തിക്കുന്നത്. അടുത്തത് മാഗ്നറ്റിക് ക്രെയിൻ ആണ്. അപ്പോൾ കാന്തത്തിൻ്റെ സവിശേഷത ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ക്രെയിൻ പ്രവർത്തിക്കുന്നത്. പിന്നീട് ഇവിടെ തന്നിട്ടുള്ള എന്താണ്? ഒരു ടോയ് ആണ്, അതായത് ബിൽഡിംഗ് ബ്ലോക്സ് പോലത്തെ ടോയ് ആണ്. മാഗ്നറ്റിക് സ്റ്റിക്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ടോയ് ആണ് ഇത്. അടുത്തത് മാഗ്നറ്റിക് പവർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഇലക്ട്രിക് മോട്ടർ. പിന്നീട് ലൗഡ് സ്പീക്കർ. ഇത് മാഗ്നറ്റാണ്. മാഗ്നറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ലൗഡ് സ്പീക്കറാണ് ഈ തന്നിട്ടുള്ളത്. ഇതെന്താണ്? ലാസ്റ്റ് നമുക്ക് ഈ പിക്ചർ തന്നിട്ടുള്ളത് മാഗ്നറ്റിക് ഡോർ സ്റ്റോപ്പറാണ്. അപ്പോൾ ഇതിങ്ങനെ അടുത്ത് വരുമ്പോഴത്തേക്കും ഇത് അട്രാക്ട് ചെയ്ത് ആ ഒരു മെയിൻ്റനൻസ് അവിടെ കൃത്യമായിട്ട് നടക്കും. മാഗ്നറ്റിക് ഡോർ സ്റ്റോപ്പറാണ് തന്നിട്ടുള്ളത്. ഇങ്ങനെ വിവിധ തരത്തിൽ നമ്മുടെ നിത്യജീവിതത്തിൽ കാന്തം ഉപയോഗിക്കുന്നുണ്ട്. കാന്തം ഉപയോഗപ്പെടുത്തുന്ന ധാരാളം ഉപകരണങ്ങൾ നാം നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഓരോ ഉപകരണത്തിലും കാന്തശക്തി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുള്ള മറ്റ് ചില കണ്ടുപിടുത്തങ്ങളുണ്ട് കാന്തവുമായി ബന്ധപ്പെട്ട്. എന്തൊക്കെയാണ്?
ഒന്നാമത് MRI മെഷീൻ, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. അത് ഫുൾ ഫോം എന്തായാലും പഠിക്കണം, നമുക്ക് ചോദിക്കാറുണ്ട്. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് മെഷീനാണ് MRI മെഷീൻ എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊന്നാണ് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളിലുള്ള മാഗ്നറ്റിക് സ്ട്രിപ്പ് എന്ന് പറയുന്നത്. ഇവിടെയും ആ ഒരു മാഗ്നറ്റിക് സ്വഭാവമാണ് ഉപയോഗിക്കുന്നത്. മൂന്നാമത് നമുക്ക് പറയാം മാഗ്ലെവ് ട്രെയിൻ എന്നത്. ഇതുപോലെ ധാരാളം സന്ദർഭങ്ങളിൽ ഇന്ന് കാന്തിക ശക്തി പ്രയോജനപ്പെടുത്തി വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു വിലയിരുത്തൽ, ഇപ്പോൾ ഇത്രയും നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പറഞ്ഞ് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലായി നോക്കാം. ഇവിടെ തന്നിരിക്കുന്നതിൽ കാന്തിക വസ്തു ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? പേപ്പർ, ഇരുമ്പാണി, തടി, ചെമ്പുകമ്പി എന്നിവ തന്നിട്ടുണ്ട്. കാന്തിക വസ്തു ഏതാണ്? ഇരുമ്പാണിയാണ്, ഇരുമ്പാണി. ഇനി ശരിയായവ ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഡിസ്ക് കാന്തത്തിന് ഒരു ധ്രുവമാണ് ഉള്ളത്. ആണോ? കാന്തത്തിൻ്റെ സജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുന്നു. സജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയാണോ ചെയ്യുന്നത്? ബാർ കാന്തത്തിൻ്റെ മധ്യഭാഗത്ത് കാന്തിക ശക്തി കുറവാണ്. ശരിയാണോ? റബ്ബർ ഒരു അകാന്തിക വസ്തുവാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞത്? ഡിസ്ക് കാന്തത്തിന് ഒരു ധ്രുവമാണ് ഉള്ളത്. നമ്മൾ നേരത്തെ കാന്തങ്ങൾ എത്ര വിധമുണ്ട് എന്നുള്ളതൊക്കെ പഠിച്ച സമയത്ത് ഡിസ്ക് കാന്തം കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ നോർത്ത് പോളും സൗത്ത് പോളും ഇപ്രകാരം അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ധ്രുവമാണോ ഉള്ളത്? അല്ല, ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാന്തത്തിന്റെ സജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുന്നു. ആണോ? കാന്തത്തിന്റെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയല്ലേ? അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണോ തെറ്റാണോ? തെറ്റാണ്, തെറ്റാണ്. ഓക്കെ, ബാർ കാന്തത്തിന്റെ മധ്യഭാഗത്ത് കാന്തിക ശക്തി കുറവാണ്. അത് ശരിയാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 2 പോൾസിലുമാണ് കാന്തിക ശക്തി കൂടുതലായിട്ടുള്ളത്. റബ്ബർ ഒരു അകാന്തിക വസ്തുവാണ്. റബ്ബർ എന്നത് എന്താണ്? കാന്തിക വസ്തുവല്ല, അകാന്തിക വസ്തുവാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പോൾ ശരിയായവ ഏതൊക്കെയാണ്? സിയും ഡിയുമാണ് ശരിയായിട്ടുള്ളവ. ഓക്കെ അല്ലേ? ഇനി വീട്ടിൽ മരപ്പണി നടക്കുന്ന സ്ഥലത്ത് മരപ്പൊടികളിലേക്ക് ആണികൾ വീണുപോയി. ആണികൾ എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാനുള്ള ഒരു മാർഗം എന്താണത്? ഒരു കാന്തം ഉപയോഗിച്ചുകൊണ്ട്, മാഗ്നറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആ അയൺ നെയിൽസ്, ഈ ആണികളൊക്കെ എളുപ്പത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. ഒരു കാന്തത്തിന്റെ ധ്രുവം രേഖപ്പെടുത്തിയ അടയാളം കാണുന്നില്ല. ഇതിന്റെ ധ്രുവങ്ങൾ ഏതാണ് എന്ന് തിരിച്ചറിയാൻ ഏതെല്ലാം മാർഗങ്ങളുണ്ട്? അത്തരത്തിൽ പരീക്ഷണങ്ങൾ നടത്തി നമുക്ക് കണ്ടെത്താനായി സാധിക്കും. വിവിധ തരത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ഈ സന്ദർഭങ്ങൾ, ഇവിടെ താഴെ നൽകിയിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ നിരീക്ഷിക്കുകയാണെങ്കിൽ ഏതെല്ലാം വികർഷിക്കും, ഏതെല്ലാം ആകർഷിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. ഇവിടെ എന്താണ്? ഓപ്പോസിറ്റ് ആണ് തന്നിട്ടുള്ളത്. ഇതെന്താണ്? അട്രാക്ട് ചെയ്യും. അപ്പോൾ എ അട്രാക്ട് ചെയ്യുന്നതാണ്. ബിയിൽ എന്താ തന്നിട്ടുള്ളത്? ബി തന്നിട്ടുള്ളത് ഒരേ പോൾസ് ആണ്, ഒരേ ഇതാണ്, ഓപ്പോസിറ്റ് അല്ല, ലൈക്ക് പോൾസ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? വികർഷിക്കും. അപ്പോൾ ഇത് അട്രാക്ട് ചെയ്യില്ല, വികർഷിക്കും. സി എന്താണ്? നോർത്ത് ആൻഡ് സൗത്ത് ഓപ്പോസിറ്റ് പോൾസ് ആണ്, അട്രാക്ട് ചെയ്യും, ഇത് അട്രാക്ട്സ് ആണ്. ഡി എന്താണ്? ഓപ്പോസിറ്റ് പോൾസ് ആണ് തന്നിട്ടുള്ളത്. ഇതും അട്രാക്ട് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്, അട്രാക്ട് ചെയ്യും. എഫിലേക്ക് വരുമ്പോൾ ഇതും സെയിം കേസ് അല്ലേ, തിരിച്ചു വെച്ചിട്ടുണ്ടെന്നല്ലോ. അപ്പോൾ അട്രാക്ട് തന്നെയാണ് ചെയ്യുന്നത്. നോർത്ത് ലൈക്ക് പോൾസ് ആണ് ഇയിൽ തന്നിട്ടുള്ളത്. ഇത് വികർഷിക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി ഒരു വണ്ടിയുടെ താക്കോൽ റോഡിലെ സ്ലാബിൻ്റെ ഇടയിൽ വീണു. സ്ലാബുകൾക്കിടയിൽ കൈയിട്ട് താക്കോൽ എടുക്കാൻ കഴിയുന്നില്ല. സ്ലാബുകൾക്കിടയിലൂടെ താക്കോൽ കിടക്കുന്നത് കാണുകയും ചെയ്യാം. സ്ലാബ് മാറ്റാതെ അത് എടുക്കാനുള്ള ഒരു മാർഗം നിർദ്ദേശിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മാഗ്നറ്റ് യൂസ് ചെയ്തുകൊണ്ടൊരു ത്രെഡ് ഇടുകയാണെങ്കിൽ അത് എടുക്കുന്നതിനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സൊല്യൂഷൻ. അപ്പോൾ അവിടെയും മാഗ്നറ്റിൻ്റെ ഒരു സവിശേഷതയെക്കുറിച്ചാണ് എടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു അധ്യായത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നമ്മുടെ നിത്യജീവിതവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് മാക്സിമം കുറച്ചും കൂടെ എളുപ്പത്തിൽ ഈ ഒരു അധ്യായം പഠിക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ പറഞ്ഞത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, കുറച്ചധികം ശ്രദ്ധയോടുകൂടി പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാം തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് ഫീൽ ചെയ്യും. എല്ലാവർക്കും പറഞ്ഞത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.